ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റമാണ് ചെമ്മീൻ ചെക്കോസ്ലോവാക്കിയ. അതിന് വേണ്ടി അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിനൊരു സ്പെഷ്യൽ മസാല അടിക്കണം. മസാല എന്തൊക്കെയാണ് കാണിച്ചു തരാം. പച്ചമുളക്, പിന്നെ വേണ്ട ഐറ്റമാണ് മല്ലിച്ചപ്പ് കുറച്ച് വേണം. പിന്നെ വേണ്ടത് കുറച്ച് കരിയാപ്പല, പിന്നെ വേണ്ട ഐറ്റമാണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഇത്രയും മതി. പിന്നെ വേണ്ട ഐറ്റമാണ് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ട ഐറ്റമാണ് കുറച്ച് കാശ്മീരി ചില്ലി പൊടി, പിന്നെ വേണ്ട ഐറ്റമാണ് ഗരം മസാല. ഇത് ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്, ചാലി സ്പെഷ്യൽ. പിന്നെ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി ഇച്ചിരി മല്ലിപ്പൊടി കൂടെ. പിന്നെ വേണ്ട ഐറ്റമാണ് ഇച്ചിരി വിനാഗിരി, ഒത്തിരി കഴിക്കരുത്, ഇതുണ്ടോ ഈ അളവ് മതി. പിന്നെ വേണ്ട ഐറ്റം കുറച്ച് വെളിച്ചെണ്ണയാണ്, ഒരു കഴിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്, ഇത്രയും മതി. നീ സാധനം അരച്ച് വരെ പേസ്റ്റ് ആക്കണം, തുഫാനാക്കി എടുക്കണം. അരച്ച് സെറ്റായി ഇങ്ങനെ മസാല ഉണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ്. ഇനി നമ്മൾ പാലെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക്, പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ട ഐറ്റംസ് ഇതാ ഇത്ര സവോള മതി, ഒരു കുഞ്ഞു സവോള അരമുറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മുഴുവൻ മസാല ഇട്ട് വെച്ച് ഇങ്ങനെ ഫ്രൈ പാനിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ചെമ്മീൻ മുഴുവൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഓക്കെ, അത്യാവശ്യം നല്ല സെറ്റ് മൂടായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളച്ചായി പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൊണ്ട് ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സ്ലോ കുക്കിൽ വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്ത് നല്ല മേടിക്കാൻ കഴിക്കണം. സംഭവം നല്ല തിളച്ച് മരുന്ന് സെറ്റായിട്ട് വരികയാണ്. ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഓക്കെ, കിളിമൂട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചെക്കോസ്ലോവാക്കിയ. ഓക്കെ, വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു ഡിഷുമായി ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.